എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉപയോഗപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് വള്ളിച്ചീര. ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വഷളച്ചീര, ബസല്ലച്ചീര എന്നും ഇംഗ്ലീഷിൽ മലബാർ സ്പാനിഷ് എന്നുമൊക്കെയാണ് വിളിപ്പേര്. നമ്മുടെ കേരളത്തിലാണ് ഇത് വളരെയധികം കണ്ടുവരുന്നത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ഒരു ഇലക്കറി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അത് ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. വളരെ പോഷക സമൃദ്ധമായ ഇലക്കറിയാണ് ഈ വള്ളിച്ചീര. നമ്മുടെ സാധാരണ ചീരകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ രുചിയാണ് നമ്മുടെ വള്ളിച്ചീരയ്ക്ക്. നമ്മുടെ സാധാരണ ചീരയെ പോലെ തന്നെ ആ കളറും പിന്നെ നല്ല പച്ച കളറും കൂടെ ചേർന്നാണ് ഇത് കാണപ്പെടുന്നത്. ഇത് നല്ല വള്ളിയായിട്ട് പടർന്നു പോകും. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഏകദേശം ഒരു 2-2.5 ആഴ്ച ആയതേ ഉള്ളൂ ഇത് കൊണ്ട് നമ്മൾ നട്ടിട്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വള്ളി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ രണ്ടാമതൊരു ബ്ലോഗ് കൂടെ ഇടുന്നതായിരിക്കും. ഇനി ഈ വള്ളിച്ചീരയുടെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ, ഈ ചുമപ്പ് വള്ളിച്ചീരയുടെ വാലിന് നല്ല കട്ടി കുറവായിരിക്കും. ചുമപ്പ് വള്ളിച്ചീരയിൽ നിന്ന് പെട്ടെന്ന് പൂക്കളും കായ്കളും ഉണ്ടാകുന്നു. ഇതിൻ്റെ തണ്ടിന് നല്ല വെളുത്ത നിറമായിരിക്കും, കൂടാതെ കട്ടി കൂടുതലായിരിക്കും. രുചിയുടെ കാര്യത്തിൽ വളരെ കെങ്കേമനാണ് വള്ളിച്ചീര. ഇനി വള്ളിച്ചീരയുടെ ഗുണങ്ങളിലേക്ക് കടക്കാം. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇരുമ്പ്, കാൽസ്യം എന്നീ പോഷക മൂല്യങ്ങൾ സമ്പുഷ്ടമായി നിറഞ്ഞതാണ് വള്ളിച്ചീര. ഔഷധ ഗുണമേറിയ ഈ ചെടിയുടെ ഇലകൾ അരിഞ്ഞ് തോരനും സാമ്പാറും ഉണ്ടാക്കുന്നു. കൂടാതെ നമ്മുടെ കടലമാവിൽ മുക്കി രുചിയുള്ള ബജ്ജിയും ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഈ വള്ളിച്ചീരയുടെ തണ്ടും ഇലയും ചതച്ചരച്ച് പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടിയാൽ ആ അടയാളം മാറിക്കിട്ടാൻ സഹായിക്കുന്നു. ഇനിയും വെറൈറ്റി ഔഷധ ഗുണങ്ങളുമുള്ള സസ്യങ്ങളുമായിട്ട് ഇനിയും വീഡിയോ എത്തുന്നതായിരിക്കും. പുതുതായി എത്തുന്ന കൂട്ടുകാർ ചാനൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.